Hello, Chittoor. Every evening comes in with a lot of surprises and goes off with a lot of memories. And today's evening is very special, which has brought us all together in one roof. Well, ladies and gentlemen, a very good evening to one and all present here for the inauguration ceremony of Shahenshah 2025. This is Janet Tino, your host for this beautiful evening, and I am immensely grateful for this wonderful opportunity. Without further delay, let's start this beautiful evening with a huge round of applause. ഒരു നല്ല കൈയടി കൊടുക്കാം. ഷെഹൻഷാ ഫെസ്റ്റ് 2025 എന്ന പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് രണ്ട് വാക്ക് ഷെഹൻഷാ എന്ന ക്ലബ് എങ്ങനെ രൂപീകരിച്ചു എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1992. കർമ്മനിർദ്ധരായ ഒരു പറ്റം യുവജനങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, സർവോപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു പോരുന്ന മഹത്തായ സേവനങ്ങളുടെയും പേരിൽ ഷെഹൻഷാ ക്ലബ് ഇന്നും ജനമനസ്സുകളിൽ സൂര്യ തേജസ്സോടെ നിലകൊള്ളുന്നു. ക്ലബിൻ്റെ 32 വർഷത്തെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകുന്നതാണ്. നിരവധി പേർക്ക് ചികിത്സാ സഹായം, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, പാവപ്പെട്ട അമ്മമാർക്കുള്ള ഓണക്കോടി, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ മിടുക്കരായ പിള്ളേർക്ക് ക്യാഷ് മണി പ്രൈസ് സമ്മാനങ്ങൾ എന്നിവ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഷെഹൻഷാ ക്ലബ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സഹകരണത്തിനും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നൽകി ഷെഹൻഷാ ക്ലബിനെ കൂടുതൽ കരുതലോടെ മുന്നേറാൻ സഹായിക്കുമെന്ന് ഞങ്ങൾ ഇവിടെ ആശംസിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കലാസന്ധ്യ ഇവിടെ ആരംഭിക്കുകയാണ്. शायद फिर इस जन्म में मुलाकात हो ना हो, लग जा गले. പേടിക്കണ്ട കേട്ടോ, ഇനി ഞാൻ നിങ്ങളെ പാട്ടുപാടി ഒരു ബുദ്ധിമുട്ടിപ്പിക്കില്ല. ബട്ട് ഐ തിങ്ക് സോ ഈ ഒരു ഇനാഗ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലബിൻ്റെ 32nd വാർഷികത്തിന് നമ്മുടെ ചീഫ് ഗസ്റ്റായി സ്വാഗതം ചെയ്യുന്ന ആൾക്ക് ഇത്രയെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്. വിവാഹ ദിവസത്തെ ഒറ്റ ഗാനം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി, പിന്നീട് പല വേദികളിൽ വ്യത്യസ്തമായ ഗാനങ്ങൾ ആലപിച്ചും തൻ്റെ ആലാപന ശൈലി കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിയ പ്രശസ്ത ഗായിക നമ്മുടെ സ്വന്തം ലല്ലു അൽഫോൻസ് എന്ന നമ്മുടെ ലല്ലു ടീച്ചർ. ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഷെഹൻഷാ ക്ലബിൻ്റെയും ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ സ്നേഹം നിറഞ്ഞ് ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ശ്രീമതി ലല്ലു അൽഫോൻസ് ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. പാട്ടുകളാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെന്നറിയാം, എന്നാലും 1-2 വാക്കുകൾ പറയാതെ എനിക്ക് ഈ വേദി വിട്ട് മാറാൻ കഴിയില്ല. കാരണം എന്നിലെ ഒരു ഗായികയായി തുടക്കം കുറിച്ചത് ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രോഗ്രാമിലൂടെയാണ്. നന്നേ ചെറുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഫ്രണ്ടിലിരിക്കുന്നത് പോലെ ഇതുപോലൊരു കുഞ്ഞുടുപ്പിട്ട് ഒരു വേദിയിൽ നിന്ന് രക്ഷക എന്ന പാട്ട് പാടിയാണ് ഞാൻ എൻ്റെ സംഗീത ജീവിതം തന്നെ തുടങ്ങി വെച്ചത്. ഇവിടെ നിൽക്കുന്ന ഷെഹൻഷയുടെ ഭാരവാഹികളോടാണ് എനിക്ക് ഇത്രയും മനോഹരമായൊരു നിമിഷം സമ്മാനിച്ചതിന് നന്ദി പറയാനായിട്ടുള്ളത്. മാത്രമല്ല സർവശക്തനായ ദൈവത്തോടും. കാരണം ഈ സംഗീതം ഇത്രയും ആളുകളിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ മുൻപ് തന്നെ ഞാനൊരു വേദിയിൽ നിന്ന് പാടണമെന്ന് ആഗ്രഹിച്ച ചേട്ടായിമാരാണ് ഷെഹൻഷയുടെ ഭാരവാഹികളായിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ന് ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന
എൻ്റെ അമ്മയുടെ ചേച്ചി മാമച്ചിയെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കാരണം മാമച്ചിയാണ് എൻ്റെ കൂടെ നിന്ന് അന്ന് പുറകിൽ നിന്ന് പാടി തന്നതാണ്. അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാടാനായിട്ട്. ചേട്ടായിമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അന്ന് ചേട്ടായി എനിക്കൊരു ധൈര്യത്തിനായിട്ട് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പാടി തുടങ്ങിയത്. പിന്നീട് ഒരുപാട് പ്രത്യേകിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷെഹൻഷയുടെ മത്സരങ്ങളൊക്കെ പണ്ട് നടന്നിരുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചാണ്. അപ്പം എൻ്റെ ജീവിതത്തിലെ കുട്ടിക്കാലം കൂടുതലും ഈ ചിറ്റൂർ എന്ന മണ്ണിലാണ്, ഈ നാട്ടിലാണ് ഞാൻ എൻ്റെ എല്ലാ അവധികളും ആഘോഷിച്ചിരുന്നത്. അവിടെ എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിറമുള്ള ഓർമ്മകളെല്ലാം ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള മത്സരങ്ങളും അതുപോലുള്ള പരിപാടികളും ഒക്കെ പങ്കെടുക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഓർമ്മയുള്ളത് ഞാൻ അന്ന് നിന്ന് പാടുന്ന ആ സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നിമിഷം, ഇതുപോലെ ഒരു കലാസന്ധ്യ ഇന്ന് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് കഴിയുന്നതിൽ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടേക്ക് ക്ഷണിച്ച ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പുതിയ സാരഥികളോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്കറിയാം ഇനിയും ഒരുപാട് വാക്കുകളിലൂടെ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു പാട്ടുപാടി ഞാൻ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുകയാണ്. പഴയ ഒരു പാട്ടാണ്, 80കളിലെ ഒരു പാട്ടാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ സമയങ്ങളിൽ ഒരുപാട് പ്രേക്ഷക ഹൃദയങ്ങൾ ഒരുപാട് പ്രോത്സാഹനം തന്ന ഒരു പാട്ടുകൂടിയാണ്. കാതോട് കാതോരം എന്ന സിനിമയിലെ കാതോട് കാതോരം എന്ന് പറഞ്ഞ പാട്ട് തന്നെയാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കേ? ഒരു പാട്ടുകൂടെ പാടി ഞാൻ ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. മോഹം കൊണ്ടു ഞാൻ എന്നൊരു പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ലിറിക്സ് എടുത്തതിന് ശേഷം പ്ലേ ആവുള്ളേ. കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടി മോഹം കൊണ്ടു ദൂരേതോ ഇനം പൂത്തനാൾ മധു
അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം പമ്പാ ഗണപതി ആരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ ഓദയാമയ പരാൽപര ശരണജപങ്ങളോടെ നീക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു ഗുരും ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ